ഹായ്, നമ്മുടെ സമൂഹത്തിലെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഹൈലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ മാത്രം തിരഞ്ഞെടുക്കേണ്ട, അല്ലെങ്കിൽ ഇന്റലിജന്റ് കോഷ്യന്റ് കൂടിയ കുട്ടികൾ മാത്രം തിരഞ്ഞെടുക്കപ്പെടേണ്ട കോഴ്സുകളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി, CMA, MBBS, സിവിൽ സർവീസ് എന്നുള്ളതൊക്കെയും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയാൽ ആ കുട്ടി ഹൈലി ബ്രില്യൻ്റ് ആയ വിദ്യാർത്ഥിയാണ്, നല്ല ഐക്യമുള്ള കുട്ടിയാണെന്നാണ് സമൂഹം പറഞ്ഞു വെക്കുന്നത്. പലപ്പോഴും കുട്ടികളുടെ കരിയർ ഡിസൈൻ ചെയ്യുന്നത് കുട്ടികളുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. 10ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങളിൽ A+ കരസ്ഥമാക്കിയാൽ ആ വിദ്യാർത്ഥി തിരഞ്ഞെടുക്കപ്പെടേണ്ട കോഴ്സ് സയൻസ് ആണെന്നുള്ളതാണ് സമൂഹം പറഞ്ഞു വെക്കുന്നത്. അല്പം മാർക്ക് കുറഞ്ഞു പോയാൽ ആ കുട്ടി കൊമേഴ്സ് തിരഞ്ഞെടുക്കപ്പെടണമെന്നും, മാർക്ക് തീരെ കുറവാണെങ്കിൽ ആ വിദ്യാർത്ഥി ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്യണമെന്നാണ് സമൂഹം പറഞ്ഞു വെക്കുന്നത്. ഇത് സത്യത്തിൽ ശരിയാണോ? ഇനി ഞാനൊരു കഥ പറയാം. തളിപ്പറമ്പ് എന്ന പ്രദേശത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. പഠിക്കാൻ അത്ര മിടുക്കനല്ലാതെ ക്രിക്കറ്റിനോട് അതിയായ ഇഷ്ടമുള്ള, ക്രിക്കറ്റ് കളിക്കാരനാവണമെന്ന് ആഗ്രഹിച്ചൊരു വിദ്യാർത്ഥി. SSLC പരീക്ഷ കഴിയുകയും ചെറിയ മാർക്കോട്ട് പാസ്സാവുകയും +2 ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുകയും പിന്നീട് ഡിഗ്രിക്ക് സർ സെയ്ദ് കോളേജിൽ BCom സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥി. തൻ്റെ പഠനത്തിനിടയിൽ എപ്പോഴോ CA കാരനാവണമെന്ന് മോഹമൊതുക്കുകയും CA കാരനാവാൻ വേണ്ടി ആത്മാർത്ഥമായി എഫേർട്ട് എടുക്കുകയും പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പേരിന് മുന്നിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന സിമ്പിൾ ചേർക്കുകയും ചെയ്ത ഒരു വിദ്യാർത്ഥിയുടെ കഥ. അതിനുശേഷം IM സ്റ്റഡീസ് എന്ന സ്ഥാപനം തുടങ്ങുകയും 1500-ലധികം കൊമേഴ്സ് പ്രൊഫഷണലുകളെ വളർത്തിയെടുക്കുകയും ചെയ്ത IM സ്റ്റഡീസിന്റെ മാനേജിംഗ് ഡയറക്ടർ CA മുഹമ്മദ് സാരിയുടെ കഥയാണിത്. ഇത് പുതിയ കാലത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകയാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്, നിങ്ങളുടെ കരിയർ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത ഗോൾസിന് വേണ്ടി നിങ്ങളെടുക്കുന്ന എഫേർട്ട്, നിങ്ങളെടുക്കുന്ന ഹാർഡ് വർക്ക്, അതിനുവേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവുമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. The future belongs to those who believe in the beauty of their dreams. Of course, hard work will pay off.